നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ പ്രതിയായ എക്സാലോജിക് കേസിലെ അന്വേഷണ റിപ്പോർട്ടിൽ വീണയ്ക്കും CMRLനുമെതിരെ ഗുരുതര പരാമർശങ്ങളെന്ന റിപ്പോർട്ട്. എന്നാൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കണമോ എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. ഡിസംബർ 3-ാം ആഴ്ചയിലായിരിക്കും SFIO റിപ്പോർട്ട് സമർപ്പിക്കുക. റിപ്പോർട്ടിൽ വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതിനുള്ള നീക്കങ്ങൾ മുഖ്യമന്ത്രി സ്വാഭാവികമായി നടത്തും. എന്നാൽ അന്വേഷണ റിപ്പോർട്ട് കേന്ദ്രമന്ത്രി അമിത്ഷാ എങ്ങനെ സ്വീകരിക്കുമെന്ന് കണ്ടറിയണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ അന്വേഷണം അവസാന ഘട്ടത്തിലെന്നും SFIO അറിയിച്ചു. ദില്ലി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം പറയുന്നത്. 2 ആഴ്ചയ്ക്കകം കേസിൽ അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. സ്വതന്ത്ര അന്വേഷണമാണ് നടത്തുന്നതെന്നും ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷന്റെ ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല അന്വേഷണമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. തങ്ങളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കണോ എന്നതിൽ കേന്ദ്രമാണ് തീരുമാനമെടുക്കേണ്ടത്. അന്വേഷണത്തിന്റെ ഭാഗമായി വീണ വിജയൻ അടക്കം 20 പേരുടെ മൊഴിയെടുത്തു. ശശീന്ദ്രൻ കർത്തായുടെ മകൻ ശരൺ എസ് കർത്തായുടെ മൊഴിയെടുത്തു. CMRLന്റെ ഹർജി തള്ളണമെന്നും SFIO സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെടുന്നു. മാസപ്പടി ഇടപാട് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും മറ്റ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് CMRLന്റെ ഹർജി. ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകൾ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറരുതെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. CMRLന്റെ ഹർജിയെ SFIO എതിർത്തു. SFIO അന്വേഷണ റിപ്പോർട്ട് എവിടെ പോയെന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ടായിരുന്നു. അക്കാര്യം ആരും അറിഞ്ഞില്ലെന്ന് മാത്രം. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും കേന്ദ്രത്തെ അടിക്കാനുള്ള വടിയായി അന്വേഷണം മാറിയിരുന്നു. SFIO വീണ വിജയന്റെ മൊഴിയെടുത്തത് ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ്. ചെന്നൈയിൽ ഓഫീസിലെത്തി SFIO അന്വേഷണ ഉദ്യോഗസ്ഥർ അരുൺ പ്രസാദിന് മുന്നിലാണ് വീണ വിജയൻ മൊഴി നൽകിയത്. കേസ് ഏറ്റെടുത്ത് 10 മാസത്തിന് ശേഷമാണ് നടപടി. 2 വട്ടം വീണയിൽ നിന്ന് മൊഴിയെടുത്തതായാണ് സൂചന. അതീവ രഹസ്യമായി നടന്ന നീക്കം CPM വൃത്തങ്ങളിൽ നിന്നുമാണ് പുറത്തുപോയത്. പിണറായിക്കെതിരെ നീങ്ങുന്ന ഒരു സംഘം CPMകാരാണ് വിവരം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത്. ഇമെയിൽ മുഖാന്തരവും രേഖകളുമൊക്കെയായി നേരത്തെ നൽകിയ വിവരങ്ങൾ വീണ മൊഴിയായി ആവർത്തിച്ചു. IT എക്സ്പേർട്ട് എന്ന നിലയിൽ നൽകിയ സേവനങ്ങൾക്കാണ് CMRൽ നിന്ന് പണം കൈപ്പറ്റിയതെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വീണ. CMRലും എക്സാലോജിക്കുമായി ബന്ധമുള്ള ചില ഇടപാടുകളിൽ SFIO വിവരം തേടി. ഭർത്താവ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ വിജയൻ ചെന്നൈയിലെത്തിയത്. അന്നേ ദിവസം രാത്രി തന്നെ തിരികെ തിരുവനന്തപുരത്തെത്തി. വീണയിൽ നിന്നുള്ള വിവരശേഖരണം പൂർത്തിയായതായാണ് SFIO നൽകുന്ന സൂചന. SFIO തലപ്പത്ത് ഉടൻ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. അന്വേഷണ കാലാവധിയും ഉടൻ തീരും. അതിനാൽ ഉടൻ റിപ്പോർട്ട് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് സമർപ്പിക്കുമെന്നാണ് വിവരം. ജനുവരിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചതിനു ശേഷം പലതവണയായി CMRL കേസ് IDC ഉദ്യോഗസ്ഥരിൽ നിന്നും SFIO വിവരങ്ങൾ എടുത്തിരുന്നു. തുടക്കത്തിൽ കാണിച്ച ആവേശം പിന്നെ എന്തുകൊണ്ടില്ലെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് വീണ വിജയന്റെ മൊഴിയെടുത്തത്. അതേസമയം പേരിന് വേണ്ടിയാണ് മൊഴിയെടുത്തതെന്നും ഇതിലൊന്നും സംഭവിക്കില്ലെന്നും പിണറായി CPM നേതാക്കളെ അറിയിച്ചതായാണ് വിവരം. എന്നാൽ അതിൽ എന്തെങ്കിലും സംഭവിക്കുന്നതിനേക്കാൾ CPMനെ അലോസരപ്പെടുത്തുന്നത് പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലാണ് SFIO അന്വേഷണം നടക്കുന്നത്. കരിമണൽ കമ്പനിയായ CMRൽ നിന്നും വീണ വിജയൻ ചെയ്യാത്ത സേവനത്തിന്റെ പേരിൽ മാസപ്പടിയായി 1.25 കോടിയോളം രൂപയുടെ പണം ഇടപാട് നടത്തിയെന്നാണ് കേസ്. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ആദ്യ ഉത്തരവ് പ്രകാരം ROC സംഘം തുടങ്ങിവെച്ച വിശദ അന്വേഷണമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏറ്റെടുത്തത്. വീണയ്ക്കെതിരായ മാസപ്പടി കേസിൽ CMRൽ നിന്നും KSIDCയിൽ നിന്ന് നേരത്തെ SFIO വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. വീണയുടെ കമ്പനിയായ എക്സാലോജിക്കും KSIDCയും അടക്കം അന്വേഷണത്തിനെതിരെ കോടതിയെ സമീപിച്ചിരുന്നു. CMRൽ ആർക്കൊക്കെ പണം എന്തിനൊക്കെ പണം നൽകിയെന്നത് അന്വേഷിക്കണമെന്നാണ് പരാതിക്കാരനായ ഷോൺ ജോർജിന്റെ പ്രധാന ആവശ്യം. SFIOയ്ക്ക് ധാരാളം നടപടിക്രമങ്ങളുണ്ട്. കൃത്യമായ അന്വേഷണത്തിലൂടെ മാത്രമേ കേരള മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായ കേസിൽ അന്വേഷണം നടത്താൻ കഴിയുകയുള്ളൂ. അതിനുള്ള കാലതാമസമാണ് ഉണ്ടായതെന്നും അവർ പറയുന്നു. SFIOയുടെ റിപ്പോർട്ട് വീണയ്ക്ക് എതിരാകുമെന്നാണ് കരുതുന്നത്. കാരണം ചട്ടപ്രകാരമല്ല കമ്പനി പ്രവർത്തിച്ചിട്ടുള്ളത്. അക്കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. റിപ്പോർട്ടിൽ CMRലിനെതിരെ നടപടി വന്നാലും അത് വീണയെ ബാധിക്കും. കാരണം ചെയ്യാത്ത ജോലിക്കാണ് പ്രതിഫലം വാങ്ങിയിട്ടുള്ളത്. ഇത്തരം നടപടികൾ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ആനുകൂല്യം ലഭിച്ചതുകൊണ്ട് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് CMRലുമായി മാസപ്പടിക്ക് പുറമെയും ഇടപാടുകൾ ഉണ്ടെന്ന വിവരം പുറത്തു വന്നിരുന്നു. വീണയുടെ യാത്ര താമസ ചിലവുകൾ അടക്കം CMRൽ വഹിച്ചെന്നാണ് വിവരം. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വീണ വിജയനിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ തേടിയിരുന്നു. വീണയുടെ മൊഴിയെടുക്കലിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നത്. CMRലിന് പുറമെ മറ്റ് പണമിടപാടുകളിലും ഉദ്യോഗസ്ഥർ സംശയം പ്രകടിപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് CMRലുമായുള്ള മറ്റ് ഇടപാടുകളിലെ വിവരങ്ങളും നേടിയത്. അതേസമയം CMRലിന്റെ മറ്റ് ഇടപാടുകളിലും അന്വേഷണം തുടരും. വീണ വിജയന് പുറമെ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾക്കും പണം നൽകിയെന്ന വിവരവും നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതടക്കം CMRൽ നിന്ന് പണം പുറത്തേക്ക് ഒഴുകിയതിലാണ് അന്വേഷണം വന്നേക്കും.
എക്സാലോജിക് സൊല്യൂഷൻസ് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന SFI അന്വേഷണം കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിന് KSIDC എന്ന സർക്കാർ സ്ഥാപനം ലക്ഷങ്ങളാണ് ചിലവിട്ടത്. ഇത് പുറത്തുവന്ന കണക്കാണ്. പുറത്തുവരാത്ത കണക്ക് എത്രയെന്ന് കണ്ടറിയണം. ഈ കേസിൽ KSIDCക്കായി ഹൈക്കോടതിയിൽ ഹാജരാകുന്ന സുപ്രീം കോടതി അഭിഭാഷകൻ CS വൈദ്യനാഥന് ഫീസായി നൽകിയത് 82,50,000 രൂപയാണ്. ഹൈക്കോടതിയിൽ 3 തവണയാണ് ഇദ്ദേഹം ഹാജരായത്. കേസിൽ ഇതുവരെ അന്തിമ തീരുമാനമുണ്ടായിട്ടില്ല. വേനൽ അവധിക്ക് ശേഷം ഹർജിയിൽ വിശദമായ വാദം കേൾക്കും. അപ്പോൾ ഇനിയും കോടികൾ കൊടുക്കും. എക്സാലോജിക് കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിനെ തുടർന്ന് SFI അന്വേഷണം തുടങ്ങിയത്. എന്നാൽ CMRL നടത്തിയ ഇടപാടിന്റെ പേരിൽ തങ്ങൾക്കെതിരെ അന്വേഷണം നടത്തേണ്ടതില്ലെന്നാണ് KSIDCയുടെ വാദം. CMRLന്റെ പണമിടപാടിനെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ലെന്ന വാദമാണ് KSIDC ഉന്നയിച്ചത്. എന്നാൽ CMRL കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ KSIDCയുടെ പ്രതിനിധിയുമുള്ള സാഹചര്യത്തിൽ ഇത്തരമൊരു വാദം ഉന്നയിക്കാനാകുമോ എന്നായിരുന്നു ഹർജി പരിഗണിക്കവേ ഹൈക്കോടതിയുടെ പ്രതികരണം നേരത്തെ ഉണ്ടായത്. ഇതിനിടയിലാണ് പൊതുമേഖലാ സ്ഥാപനമായ KSIDC കേസ് നടത്തുന്നതിനായി വലിയ തുകയാണ് ചിലവാക്കുന്നതെന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത്. വിവരാവകാശ പ്രവർത്തകനായ MK ഹരിദാസിന് KSIDC നൽകിയ മറുപടിയിലാണ് ഈ വിവരങ്ങളുള്ളത്. വീണ വിജയൻ എന്ന വ്യക്തിയുടെ സ്വകാര്യ ബിസിനസ് ഇടപാടിന്റെ രാഷ്ട്രീയ ഭാരം പേറേണ്ട അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് CPM-ഉം സർക്കാരും. മാസപ്പടി ആരോപണം ഉയർന്നപ്പോൾ അസാധാരണ വേഗത്തിലും അസ്വാഭാവിക രീതിയിലും എക്സാലോജിക്കിന്റെ സംരക്ഷണം CPM ഏറ്റെടുത്തതിനാൽ SFI അന്വേഷണത്തിന്റെ ഇനിയുള്ള നീക്കം പാർട്ടിക്ക് നിർണായകമാണ്. എക്സാലോജിക് കമ്പനിക്കെതിരായ അന്വേഷണത്തിൽ വീണ വിജയന് കർണാടക ഹൈക്കോടതിയിൽ തിരിച്ചടി കിട്ടിയത് അപ്രതീക്ഷിതമായിട്ടാണ്. ഇതാണ് കേസിൽ വഴിത്തിരിവായത്. സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ജസ്റ്റിസ് M നാഗപ്രസന്നയുടെ ബെഞ്ചാണ് വിധി പറഞ്ഞത്. 2013 കമ്പനീസ് ആക്ട് 210 വകുപ്പ് പ്രകാരം രജിസ്റ്റർ ഓഫ് കമ്പനീസ് അന്വേഷണം നടക്കുന്നതിനിടെ സമാന്തരമായി 212 വകുപ്പ് പ്രകാരം SFI അന്വേഷണം നടത്താനാവില്ല എന്നായിരുന്നു വീണയുടെ വാദം. ഇത് കോടതി അംഗീകരിച്ചില്ല. CMRL 1.25 കോടി രൂപ സോഫ്റ്റ്വെയർ സേവന കരാറിന്റെ മറവിൽ എക്സാലോജിക്കിന് നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും SFI വാദിച്ചു. കേന്ദ്ര ഏജൻസി കൃത്യമായ വിവരങ്ങളായിരിക്കും കേന്ദ്ര സർക്കാരിന് കൈമാറുക. ഇനി പിണറായി സർക്കാരിന് ബാക്കിയുള്ളത് 1 വർഷവും 4 മാസവും മാത്രമാണ്. ഇക്കാലയളവിൽ കേന്ദ്ര സർക്കാർ കടുത്ത തീരുമാനം എടുക്കാതിരുന്നാൽ പിണറായിക്ക് സമാധാനത്തോടെ മുഖ്യമന്ത്രി കസേര ഒഴിയാം. അതിനുള്ള നീക്കങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ഇത്തരം സ്വപ്നങ്ങൾ നടക്കുമോ എന്ന് കണ്ടറിയാം.